വീട്ടിലെ ബാത്റൂമുകൾ, ടോയ്ലറ്റുകൾ പിശാചിന്റെ കേന്ദ്രങ്ങളാണ്. ആ പിശാചിന്റെ കേന്ദ്രങ്ങളിൽ കൂടുതൽ സമയം പോയിട്ടിരിക്കുന്ന സ്വഭാവം മക്കളിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള മക്കൾ പിശാചിന്റെ അടിമകളാകും. അതുപോലെ പ്രായമുള്ളവരും അങ്ങനെ ബാത്റൂം, ടോയ്ലറ്റിൽ കുറെ സമയം ചെലവഴിച്ചുകൂടാ. ചില ആളുകളൊക്കെ ഉണ്ട് റമദാൻ മാസത്തിലൊക്കെ നോമ്പ് തുറന്നിട്ട് വേഗം ഉണ്ടാവില്ല, കാണൂല, ബാത്റൂം പോയിട്ടുണ്ട്, അങ്ങനെ പുക ഇങ്ങനെ വരുന്നുണ്ട്, വായക്കൊലക്ക് തീയിട്ട പുകട്ട മാതിരി. അവിടെ നിന്ന് മൂപ്പര് പകല് വലിക്കാത്തതിന്റെ ദേഷ്യം മുഴുവനും ബാത്റൂം എടുത്ത് തീർക്കല. അങ്ങനെ ഒരു 4-5 സിഗരറ്റ് കത്തിച്ചിട്ട് ആസ്വദിച്ചിട്ട് മൂപ്പര് വരിക. ശൈത്വാനിന്റെ നല്ല സുഹൃത്തായിട്ട് മാറും. നോക്ക്, നിങ്ങൾ 2 ദുആ ബാത്റൂമിൽ കടന്നിട്ട് 2-3 ദുആ, അതിൽ 2 എണ്ണവും പിശാചുമായി ബന്ധപ്പെട്ടതാ. എന്താ നോക്കുങ്ങള്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ബാത്റൂമിൽ കയറുമ്പോൾ ചൊല്ലാനുള്ള വലിയ ആത്മീയതയുള്ള മഹാന്മാരായ സൂഫിയാക്കൾ ഈ ദിക്റിന്റെ സിറുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോ അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖ് വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. പടച്ചവനെ, എന്റെ അകത്തുനിന്ന് വന്ന നജസ് നീ നൽകിയ വെള്ളം കൊണ്ട് ഞാനൊന്ന് ശുദ്ധിയാക്കി. എന്റെ കൽബിന്റെ ഉള്ളിലുള്ള കപട വിശ്വാസം, നിന്നെക്കുറിച്ച് പല ചിന്തകളും എന്റെ കൽബിലുണ്ട്. നീ കാണാത്ത സമയത്ത് തെറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇങ്ങനത്തെ കാപട്യം അത് പിശാചന്റെ കൽബിലേക്ക് കയറ്റുന്നതാണ്. അത് എനിക്ക് കഴുകാൻ കഴിയൂല. നീ അത് കഴുകി നൽകണേ അല്ലാഹ്. ഏറ്റവും വലിയ പ്രശ്നം രണ്ടാമത് വഹസ്സിൻ ഫർജി. ഇന്നൊരു വാർത്ത കണ്ടില്ലേ നിങ്ങൾ? കാസർഗോഡ് നിന്ന് സ്വന്തം മകളെ ലൈംഗികമായിട്ട് ഉപയോഗിച്ച ബാപ്പയുടെ കഥ. നഊദു ബില്ലാഹ്. വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി. എന്റെ ലൈംഗികാവയവങ്ങൾക്ക് നീ പരിശുദ്ധി നൽകണേ അല്ലാഹ്. എന്റെ നിയന്ത്രണത്തിലല്ല, പിശാചെങ്ങാനും എന്നെ പിടികൂടിക്കഴിഞ്ഞാൽ എനിക്കൊന്നും നിയന്ത്രണം കിട്ടാത്ത ഘട്ടം വരും. അതുകൊണ്ട് അല്ലാഹ്, പിശാചിൽ നിന്ന് എന്റെ അവയവങ്ങൾക്ക് നീ കാവല് നൽകണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, ബാത്റൂമിലെ പ്രയോഗങ്ങളും ദിക്റുകളും ഗൗരവപ്പെട്ട ദിക്റാണ്. പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദിക്റുകളാണ്.